സെക്സ് ചെയ്യുമ്പോഴത്തേന് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ? അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഒരു ഫെർട്ടിലിറ്റി റിലേറ്റഡ് അവസ്ഥയും, ഒന്ന് നോർമൽ നമ്മുടെ ഒരു സെക്ഷൽ ലൈഫിലുള്ള അവസ്ഥയും. ഒരു ഫെർട്ടിലിറ്റി റിലേറ്റഡ് അഥവാ നമ്മളൊരു കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഏത് വിധത്തിലുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ബിക്കോസ് ഇങ്ങനത്തെ ലൂബ്രിക്കൻസിനെല്ലാം സ്പേമിന്റെ ഫംഗ്ഷനെ ക്രമാതീതമായിട്ട് കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് തടസ്സങ്ങൾ നേരിടാം. അതുകൊണ്ട് ലൂബ്രിക്കൻസ് എസ്പെഷ്യലി ആ ഒരു ഓവുലേഷൻ ടൈമിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. പലപ്പോഴും ഒരു യങ് കപ്പിൾ ആണെങ്കിൽ, സേ ഒരു 20 to 35 ഇയേഴ്സ് ഉള്ള ഒരു ലേഡി ആണെങ്കിൽ എന്തിനാണ് ലൂബ്രിക്കൻസിന്റെ ആവശ്യകത? ബിക്കോസ് ആ സമയമാണ് ആ ഒരു ലേഡിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ ഉണ്ടാകുന്നത്. ഒരു അഡിക്വേറ്റ് ഫോർപ്ലേ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷീ വിൽ ബിക്കം ബെറ്റർ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? പുരുഷന്മാരുടെ ആക്രാന്തം. ദേ ആർ നോട്ട് ഗിവിംഗ് മച്ച് ടൈം ഫോർ ഓൾ ദീസ് തിങ്സ്. ചിലപ്പം അവനൊരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ബിഫോർ ദിസ് ഇറക്ഷൻ പ്രോസസ് ഓഫ് ഹി വാണ്ട് ടു ഫിനിഷ് ദ സ്റ്റഫ്. അപ്പം ഇത് ആ ലേഡി അറൗസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പെനിട്രേറ്റീവ് സെക്സിലോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഒരു റോ ഏരിയയിൽ നമ്മളൊരു പെനിട്രേഷൻ നടക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പെയിൻഫുൾ. അപ്പോൾ ആ ലേഡിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇഫ് യു ഗീവ് അഡിക്വേറ്റ് ടൈം ആൻഡ് ഡു ഇനഫ് ഓഫ് ഫോർ പ്ലേ, ഓട്ടോമാറ്റിക്കലി ഒരു 90% ഓഫ് ദ ടൈം നമുക്ക് ഒരു ലൂബ്രിക്കൻറ്റും ഉപയോഗിക്കാതെ തന്നെ പ്രോപ്പർ ഇന്റർകോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും.